ഷീജ, ഇന്നിപ്പോൾ നിർണായകമായിട്ടുള്ള ചർച്ചയാണ്, യോഗമാണ് ചേരുന്നത് LDF-ൻ്റേത്. നമുക്കറിയാം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്നു. അപ്പോൾ മുന്നൊരുക്കങ്ങൾ, ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് അതിനുവേണ്ട മുന്നൊരുക്കങ്ങൾ എടുക്കുന്നു. അതിനോടൊപ്പം തന്നെ നമുക്കറിയാം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ അപ്രതീക്ഷിതമായ ചില തിരിച്ചടികൾ, അത് ഏത് രീതിയിലാണ് എന്ന് പഠിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഓരോ പാർട്ടികളും സ്വന്തം നിലയ്ക്ക് അവലോകനം നടത്തിക്കൊണ്ട് അത് ഇന്നത്തെ ചർച്ചയിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. മറ്റൊന്ന്, കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള ഭാവി പ്രക്ഷോഭങ്ങൾ, എങ്ങനെയൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും ഭദ്ര, ഏതായാലും നിലവിൽ ഇന്നത്തെ ഇടതുമുന്നണി യോഗം വിവിധ വിഷയങ്ങൾ പരിശോധിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കാനുള്ളത്. ആദ്യം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള തെരഞ്ഞെടുപ്പ് ഫലം, അതിൽ ഉണ്ടായിട്ടുള്ള തിരിച്ചടി, ഇത് സംബന്ധിച്ചൊക്കെ ഓരോ ഘടകകക്ഷികളോടും കൃത്യമായ രീതിയിൽ തന്നെ പാർട്ടി തലത്തിൽ അവലോകനങ്ങൾ ചെയ്തുകൊണ്ട് വിലയിരുത്തലുകൾ നടത്തിക്കൊണ്ട് LDF-ലേക്ക് എത്തുക എന്നുള്ളതാണ് നേരത്തെ തന്നെ LDF യോഗം ചേർന്നപ്പോൾ നൽകിയിട്ടുണ്ടായിരുന്ന ഒരു നിർദ്ദേശം. അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ കക്ഷികളും ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർണായകമായിട്ടുള്ള യോഗങ്ങൾ ചേരുകയും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള തിരിച്ചടി, അതിനുള്ള കാരണം, അതോടൊപ്പം തന്നെ ഏത് രീതിയിൽ ഇനി മുന്നോട്ട് പോകണം എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു രത്നചുരുക്കം ഇന്നത്തെ യോഗത്തിൽ അതാത് ഘടകകക്ഷികൾ അവതരിപ്പിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഇനി ഏത് രീതിയിൽ, പ്രത്യേകിച്ചും നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അപ്പോൾ ഇനി ഏത് രീതിയിൽ മുന്നോട്ട് പോകണം എന്നത് ഇന്നത്തെ ഇടതുമുന്നണി യോഗത്തിൽ ചർച്ച ചെയ്ത് കാര്യങ്ങൾ തീരുമാനിക്കുന്നതായിരിക്കും. ഒപ്പം തന്നെ ഇടതുമുന്നണി യോഗം പ്രധാനമായും പരിഗണിക്കുന്ന മറ്റു വിഷയങ്ങളെന്ന് പറയുന്നത്, ഒന്ന്, നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ സാധാരണ രീതിയിൽ LDF നടത്താറുള്ളത് പോലെ തന്നെ റാലികൾ നടത്താറുണ്ട്. ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും സർക്കാരിൻ്റെ പ്രവർത്തന നേട്ടങ്ങൾ, അതോടൊപ്പം തന്നെ ഇടതുമുന്നണി എന്താണ് മുന്നോട്ട് വയ്ക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ജനങ്ങളോട് വിശദീകരിക്കുന്ന ജാഥകൾ നടത്താറുണ്ട്. ആ ജാഥകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകും എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. അതിനൊപ്പം തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം എന്ന് പറയുന്നത് കേന്ദ്രത്തിനെതിരായിട്ടുള്ള സംസ്ഥാനത്തിൻ്റെ സമരവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. നമുക്കറിയാം തിങ്കളാഴ്ച, അതായത് 12-ാം തീയതി, മാസം 12-ാം തീയതിയാണ് തിരുവനന്തപുരത്തെ രക്തസാക്ഷി മണ്ഡപത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടക്കമുള്ളവർ പങ്കെടുക്കുന്ന സത്യാഗ്രഹ സമരം കേന്ദ്രത്തിനെതിരെ, കേന്ദ്രത്തിൻ്റെ തെറ്റായിട്ടുള്ള നയങ്ങൾ, പ്രത്യേകിച്ചും സാമ്പത്തികപരമായി എങ്ങനെയൊക്കെ ഒരു സംസ്ഥാനത്തെ ഞെരുക്കാം, ആ രീതിയിലൊക്കെ കേരളത്തെ ഞെരുക്കുന്ന കേന്ദ്രത്തിൻ്റെ നിലപാട്, അതിനെതിരായിട്ടുള്ള ഒരു പ്രതിഷേധം, കേരളത്തിൻ്റെ പ്രതിഷേധം അന്ന് ഉണ്ടാകുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ മറ്റേതൊക്കെ തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ ഇടതുമുന്നണി ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് എന്നതടക്കമുള്ള വിഷയങ്ങൾ ഇന്ന് സമഗ്രമായ രീതിയിൽ തന്നെ ഇടതുമുന്നണി യോഗം പരിശോധിക്കും എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കാനുള്ളത്. രാവിലെ 10 മണിയോടുകൂടി AKG സെന്ററിലായിരിക്കും യോഗം ആരംഭിക്കുക. ഭദ്ര.